വേറെ ഒന്നുമല്ല, വണ്ടി കംപ്ലീറ്റ് മാറി. യൂട്ടാൻ എടുത്തിട്ട് പടപടയ്ക്കാം. യെസ്, കിട്ടി മോനെ വഴി. ചേച്ചി ഒന്നും അറിയേ ബുള്ളറ്റിൻ്റെ ഫ്യൂല് കഴിഞ്ഞാൽ അറിയില്ല. എന്താ ഇതിൽ ഫ്യൂലോമീറ്റർ വരെ കാണിച്ച് ഒരു അപ്പാപ്പൻ കട്ട ഫ്രീക്കായി എങ്ങനെയുണ്ടാവും. അങ്ങനത്തെ ഒരു വണ്ടി വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ. അയ്യോ, യെസ്, വെൽക്കം ബാക്ക് ടു കൃഷ്ണദാസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ പുതിയ റോയൽ എൻഫീൽഡ് ഓടിക്കാനാണ് പോകുന്നത്, സ്റ്റാൻഡേർഡ് 350. അപ്പോൾ നമുക്ക് അതുകൂടി ഓടിക്കണം ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് വെച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഓടിക്കണം എന്നുള്ള മൈൻഡ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഓരോ ഷോറൂമിൽ പോകുമ്പോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ കയറി കണ്ടോ നോക്കി നോക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ബൈക്ക് നിങ്ങൾക്ക് ഓടിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ പുഴയ്ക്കിലുള്ള നമ്മുടെ റോയൽ എൻഫീൽഡിലേക്കാണ്. അവിടെ പോയിട്ട് എന്താ ഉണ്ടാവണം നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ട മാത്രം സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നുണ്ട്, അത് കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തോളൂ. BS കൃഷ്ണദാസാണ്. അപ്പോൾ നമ്മൾ പോയി വീഡിയോയ്ക്ക്. നമ്മളങ്ങനെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ആണ് നമ്മുടെ ബുള്ളറ്റ് വെച്ച് പോയിട്ട്. ചേട്ടാ, ഞാനൊരു ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി വന്നേ. ചേട്ടാ, ഞാൻ മറ്റേ സ്റ്റാൻഡേർഡ് 350 ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി വന്നായിരുന്നു. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ആരേനും. ആ ശരി ശരി. ആ ആയിരിക്കും. 350നെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ വണ്ടി, ഫുള്ള് വണ്ടി മാറിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, കാണുമ്പോൾ ഒരു പ്രീമിയം ബുള്ളറ്റ് 350. ഇതൊരു കളറ്, പിന്നെ വേറെ ബ്ലാക്ക്. ശരിക്കും മറ്റേ സ്റ്റാൻഡേർഡിൻ്റെ ഫോളോ തന്നെ, പക്ഷെ വണ്ടി ഫുള്ളും അതിൻ്റെ മീറ്ററൊക്കെ എന്താ പറയുക, ഡിജിറ്റൽ മീറ്ററൊക്കെ ഉണ്ട്. തൈമേ ഇതിന് ഓടിക്കണ്ട ഇനി. നമ്മുടെ വണ്ടി വന്നു. എൻ്റെ പൊന്നെ, ട്രാഫിക് ഇതല്ല വണ്ടി ചേട്ടാ. ഓക്കെ ഓക്കെ, അധികം സമയം എടുക്കില്ല. ഓക്കെ, ഈ സംഭവം എന്താന്ന് പറഞ്ഞ ചേട്ടാ? ടി സിയിൽ വരുന്ന സംഭവം. ഓക്കെ, മൊബൈൽ നമ്പർ 99. എൻ്റെ സ്ഥലം ഇവിടെ പേരാമ്പാണ് തന്നെ, സഞ്ജയൻ. ഓക്കെ ശരി ചേട്ടാ. യെസ്, ഫസ്റ്റ് ടൈം അങ്ങനെ സ്റ്റാൻഡേർഡ് 350 കയറിയിരുന്നു. ഈ പുതിയ വണ്ടി ഞാൻ ചെളി കൂടെ ഇറക്കണ്ടേ, ഇനി വേറെ വഴിയില്ല. ഈശ്വര ഈശ്വര. அப்படினா உங்க ஹீரோ தோத்துட்டானா? தோத்துட்டான். அடுத்து என்ன பண்ண போற உங்க ஹீரோ? இல்ல கிவ் அப்? காயப்பட்ட சிங்கத்தோட மூச்சு கர்ஜனையோட பயங்கரமா இருக்கும். അയ്യോ, ആനെ കൊണ്ട് വട്ട കൊണ്ടിൽ വീണു ചെയ്തു വണ്ടി. ബുള്ളറ്റ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. എൻ്റെ വണ്ടിയൊക്കെ ആണെങ്കിൽ തീർന്നു. ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വന്ന സമയം കൊള്ളാം. എൻ്റെ പൊന്നെ, യെസ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി കിട്ടി. എൻ്റെ ആഗ്രഹം പോലെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ നമ്മുടെ സ്റ്റാൻഡേർഡ് 350 കിട്ടി. ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, വണ്ടിയുടെ കളർ കൊള്ളാം. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല വണ്ടി ഇങ്ങനെയാണ് പോകുന്നത്. കാരണം ഒരുപാട് ബുള്ളറ്റ് ഓടിച്ചവർക്ക് അറിയുള്ളൂ തന്നെ ബുള്ളറ്റിൻ്റെ ഇത്. കാരണം
വേറെ ഒന്നുമല്ല, വണ്ടി കംപ്ലീറ്റ് മാറി. ബുള്ളറ്റ് ഓടിക്കുമ്പോൾ മിറർ ഇളകും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നിന്ന് ഒരു ഇളക്കം പോലും ഇല്ല ഫ്രണ്ട്സ്. പിന്നെ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറിലൊക്കെ നമുക്ക് 70-74 മുട്ടിക്കാം. അല്ല ഇതിൽ വണ്ടി കയറിൻ്റെ ഒന്നും പറയണ്ട. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഡിസ്ക് അടിപൊളി തന്നെയാണ്, ബ്രേക്കൊക്കെ പക്ക. പിന്നെ സീറ്റിൻ്റെ ഭാഗത്തൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നെ എന്തൊരു സുഖം എന്ന് പറയുക. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ കയറിക്കാനൊക്കെ അടിപൊളിയിട്ടാ. പിന്നെ കില്ലിങ് സ്വിച്ചൊക്കെ മാറി കണ്ടില്ല, ഇങ്ങനെയായി വന്നിട്ടുള്ളത് കണ്ടില്ലേ. ഓഫ്, ഒരു ഓണ്, പിന്നെ ബ്രേക്ക്, പാസ്, അങ്ങനെ ഹോണ് ജസ്റ്റ് കാണിച്ചു തരാം. ഫോണ് സെറ്റ്. പിന്നെ മീറ്ററിൻ്റെ ഭാഗമാണ് പറയണ്ട, അത്യാവശ്യമായിട്ടുള്ള എല്ലാ വാണിംഗ് ഇതുണ്ട്. ABS, എൻജിൻ, ന്യൂട്രൽ എല്ലാതും ഉണ്ട്. അങ്ങനെ സാധാരണ നോർമൽ മീറ്ററും പിന്നെ ഒരു ഡിജിറ്റൽ മീറ്ററും. മിക്ക ബുള്ളറ്റിന് നമ്മളൊരു കാര്യം അനുഭവപ്പെടുന്നതാണ്, ഫ്യൂല് കഴിഞ്ഞാൽ അറിയില്ല. എന്താ ഇതിൽ ഫ്യൂലോമീറ്റർ വരെ കാണിച്ചിട്ടുണ്ട്, കട്ട കണ്ടില്ലേ, എന്താ കട്ട പെട്രോൾ ഉണ്ട്. പിന്നെ ഒരു അടിപൊളി ഒരു സ്റ്റാൻഡേർഡ് ഒരു ലോഗയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബുള്ളറ്റിൻ്റെ ഏറ്റവും വരാത്തൊരു കാര്യം കേട്ടോ, ഞാൻ ഈ അടുത്തറിഞ്ഞത് ഈ കാണുന്ന വരയില്ലേ, ഇത് കൈകൊണ്ട് വരയ്ക്കണ വര കേട്ടോ. എൻ്റെ പോലെ എന്ത് പക്കയുണ്ട്. ഇതിപ്പോൾ മഴ പെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് പൊടിയുള്ളത്. പക്ഷേ വണ്ടി അടിപൊളിയുണ്ട്. ജസ്റ്റ് ഒന്ന് എക്സോസ് കാണിച്ചു തരാം കേട്ടോ ബുള്ളറ്റിൻ്റെ. സൗണ്ട് കേട്ടില്ലേ, വീഡിയോയിൽ കേൾക്കുമ്പോൾ ഉണ്ടാവില്ല, നേരിട്ട് കേൾക്കുമ്പോൾ നൈസാണ്. പക്ഷേ വണ്ടി കൊടുത്ത് ഓടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ അറിയുള്ളൂ. മൊത്തത്തിൽ വണ്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വണ്ടി മേടിക്കാനുള്ളവർ ഈ ബുള്ളറ്റൊക്കെ എടുത്തോ. കാരണം 100 ഇറങ്ങിയ പിന്നെ നല്ലൊരു കിഡിലോ വണ്ടി ഇറങ്ങിയതാണ്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് 350. മറ്റുള്ള വണ്ടികൾ പോലെയല്ല ഈ വണ്ടി. കാരണം ബുള്ളറ്റിൻ്റെ ആദ്യത്തെ ഇറങ്ങി കുറേ ക്ലാസിക് ഒരുപാട് നമുക്ക് തന്നെ അറിയാം, എടുത്തോ ഓണർമാർക്ക് അറിയാം. വണ്ടി ഒരു തീരെ കാര്യമില്ല. കാരണം കാര്യമെന്ന് വെച്ചാൽ അങ്ങനെയല്ല, വണ്ടി കുറേ മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഭയങ്കര എഞ്ചിൻ്റെ വന്ന വൈബ്രേഷൻ കാര്യങ്ങൾ, സൗണ്ടും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എഞ്ചിനൊക്കെ മുത്തണം, തൊടാൻ പറ്റില്ല, അത് തിളച്ചിരിക്കില്ല. പക്ഷേ പക്കേട്ടാ ബേസിക്കലി ഞാൻ ബുള്ളറ്റിക്ക് അത്ര ഇഷ്ടം കുറവാണ്. പക്ഷേ ഈ ബുള്ളറ്റിക്ക് ഇഷ്ടമായി. പിന്നെ 100 ഇഷ്ടമായി. പിന്നെ ഹിമാലയൊക്കെ ഉണ്ട്. ഈ ഹിമാലയൊക്കെ ഇതേപോലെ ഇറക്കുകയാണെങ്കിൽ ഒരു GT വന്നു നമ്മുടെ വണ്ടി ബ്ലോക്ക്. GT വന്നു റോയൽ എൻഫീൽഡ് ബ്ലോക്ക്. അപ്പോൾ ഈ ലോഗോ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ജാതി പ്രീമിയം ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ത് രസമെന്ന് പറയുക കാണാൻ. ആ റോയൽ എൻഫീൽഡിൻ്റെ ആ പഴയ ലുക്കും പിന്നെ ഫ്രീക്ക് പയ്യനും. കാരണം എന്നുവെച്ചാൽ ഒരു അപ്പാപ്പൻ കട്ട ഫ്രീക്കായി എങ്ങനെയുണ്ടാവും. ആ അപ്പാപ്പന് ഓടാനും പറ്റും, ചാടാനും പറ്റും, എന്ത് വേണം ചെയ്യാം. അങ്ങനത്തെ ഒരു വണ്ടി വേണ്ടിയിട്ട് നമ്മുടെ മുള്ളിരിക്കണ വിളിച്ചിട്ട് ഓടിച്ചു നോക്കട്ടെ, ഓടിച്ചു പോയി തീർക്കട്ടെ. അങ്ങനെ നമുക്ക് വണ്ടി മേടിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഓടിച്ച് ആകാരം തീർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരെ വണ്ടി ഓടിക്കാൻ. നമുക്ക് ഓടിക്കണേ കഷ്ടമില്ല. ഇതുപോലെ ഞാൻ ഷോറൂമിൽ പോയില്ല, അവിടെ ചെന്നപ്പോൾ ഒരു ഫോം കാണുന്ന ലൈസൻസ് കൊടുത്തു. അത്രയും കാര്യങ്ങൾ ചെയ്യണ്ടോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇഷ്ടമുള്ള വണ്ടി എവിടെ ഇറങ്ങിയിട്ട് ഓടിക്കാൻ പറ്റില്ലെങ്കിൽ പേടിക്കേണ്ട, നിങ്ങൾ ചെല്ലുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ഓടിച്ചു നോക്കാം. ഇനി നമുക്ക് ചാവി ഉണക്കി കൈകാലൊക്കെ തരിച്ചു. ഫസ്റ്റ് ഗിയറിൽ വണ്ടി വലിയാണ് കേട്ടോ. വണ്ടി നല്ല റോഡ് പ്രസൻസ് ഉണ്ട്. നല്ല ബ്ലോക്കുള്ള സമയത്ത് അവർ നമുക്ക് കണ്ടുപിടിക്കും ടീച്ചർ. അപ്പോൾ ബ്ലോക്ക് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയർ 60 കഴിഞ്ഞോട്ട് സെക്കൻഡ് ഗിയറിൽ എൻ്റെ പൊന്നെ ഇത് ബുള്ളറ്റ് തന്നെയാണോ, നല്ല പവർ കിട്ടിയ വണ്ടിക്ക്. ബ്രേക്കിംഗ് ഒക്കെ പറ്റിയുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ വണ്ടി. അത് പിന്നെ അറിയാലോ ബുള്ളറ്റാണ്. തേടിലൊക്കെ വണ്ടി സത്യം പറയാം ഈശ്വര അത് ബുള്ളറ്റ് തന്നെയാണോ. നമ്മുടെ മറ്റേ നോർമലി നമ്മുടെ ഒരു വേറെ ഡ്യൂക്ക് ഒക്കെ NS ഒക്കെ ഓടിക്കില്ലേ,
അതേമാതിരിയായിട്ട് വണ്ടി. കാരണം ആദ്യം ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞ വണ്ടിക്ക് ഒരു ഇതുണ്ട്, കാരണം ഓടുമ്പോൾ ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നോർമലി നമ്മളൊരു നാക്കഡ് ബൈക്ക് ഓടിക്കുന്ന ഫീല്, ഒരു സ്റ്റാൻഡേർഡ് ക്ലാസിക് അങ്ങനത്തെ മൂടല്ല വണ്ടി. എൻ്റെ മോനെ എന്തായാലും മിസ്സായില്ല, ഈ എക്സ്പീരിയൻസ് കിക്ക് കിട്ടി. കാരണം നമ്മുടെ കിക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുകയാണ് കിക്ക്. ഇതാണ് നമ്മുടെ ലഹരി, വണ്ടി ഭ്രാന്തന്മാരുടെ ലഹരി എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുക. ரொம்ப தூரம் போயிட்டேன், ஃபுல்லா முடிச்சிட்டு தான் திரும்பி வர முடியும். ഫസ്റ്റ് വണ്ടി ഒരു സെക്കൻഡ് പതുക്കെ പോകാൻ വേണ്ടി പറയണ്ടല്ലോ. റൈഡ് പോകാൻ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുള്ളറ്റ് ഹിമാലയ എടുക്കുന്നത്? വണ്ടിയുടെ ഈ ഒരു റൈഡ് പ്രൊസഷൻ തന്നെയാണ്. യെസ്, കിട്ടി മോനെ വഴി. ചേച്ചി ഒന്നും അറിയേ? സിമ്പിളായിട്ട് കയറൂട്ടാ. കാർ മൂട് കളഞ്ഞു. ഈ ചേട്ടൻ എന്തൊരു കാണിക്കണേ? ഒന്നും ചോദിക്കില്ല ഇവർ. ലൈസൻസ് മാത്രം വേണം, ഫോമും കാര്യങ്ങളൊന്നും അങ്ങനെ പൂരിപ്പിക്കേണ്ട. പിന്നെ അവരൊരു പേപ്പർ തന്നിട്ടുണ്ട്, കാരണം പോണ വഴിക്ക് ചെക്കിങ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം പുതിയ വണ്ടിയല്ലേ, നമ്മുടെ നമ്പർ മേടിച്ചു കൊടുത്തു, നമ്പർ കൊടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ റോയൽ എൻഫീൽഡിന് നമ്മൾ ടെസ്റ്റ് റൈഡ് ചെയ്യണം സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ വണ്ടി എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് ചെല്ലുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ബുള്ളറ്റിനെ കുറ്റം പറയുമ്പോൾ ഞാൻ സമ്മതിക്കില്ല. മോനെ നല്ല പവറാട്ടോ വണ്ടി, കൈ കൊടുക്കുന്നുള്ള മൈൻഡിലുള്ള വണ്ടിയായി പോ. അതെന്ന് പറഞ്ഞാൽ വയസ്സായ വണ്ടിയാണെന്നുള്ള കെട്ടപ്പണി. ഇപ്പൊ നീ ഇങ്ങോട്ട് പറഞ്ഞേ എന്നോട് കൈ കൊടുത്തെന്നുള്ള മൂടുന്ന വണ്ടി നിങ്ങളെ. നല്ലൊരു ഓഫ് റോഡ് കിട്ടിയിട്ടുണ്ട്. സെറ്റ് മോനെ, തരിപ്പ് തീർന്നു. ഇപ്പോഴാണ് ഒരു കിക്കായത് ശരിക്കും. റോയൽ എൻഫീൽഡിന്റെ ഷോറൂം കഴിഞ്ഞ് പോകണപ്പോ സെറ്റുമ ഹാപ്പി. മുതല് ഭയങ്കര ഇഷ്ടമായിട്ട് വണ്ടിക്ക്, സാറ്റിസ്ഫാക്ഷൻ ആയി വണ്ടി ഓടിച്ചിട്ട്. ഷോറൂം നമ്മൾ ഇറങ്ങായി. ഓപ്സ് ഇത് ഓഫ് റോഡാണ് മോനെ. ഗായ്സ്, ഇപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ വണ്ടി ഇറങ്ങിയപ്പോൾ ഓടിക്കാൻ കരുതി, മനസ്സിൽ കരുതി ഇതൊക്കെ ഓടിക്കാൻ നമുക്ക് കിട്ടും. അപ്പോൾ ആ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ വീട്ടിൽ പോകുന്നത്. ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഏത് വണ്ടി ആയിക്കോട്ടെ, ഡ്യൂക്ക് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വണ്ടി ആയിക്കോട്ടെ, പോയി ഷോറൂമിലോട്ട് ഓടിക്കുക. നമുക്ക് വണ്ടി മേടിക്കാൻ പറ്റില്ലെങ്കിലും ഓടിച്ച് നമ്മുടെ ആഗ്രഹം തീർക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, നമുക്ക് വണ്ടി മേടിക്കാം, പൈസ ഇപ്പോൾ പറ്റില്ലായിരിക്കും, പക്ഷെ നമ്മൾ മേടിക്കും. അതും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതാൽ മതി. എൻ്റെ ചാനലിൽ വേറെ ഒരുപാട് വീഡിയോസ് ഇട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.